ഇന്ന് നമ്മുടെ കൂടെയുള്ള കാർ എന്ന് പറഞ്ഞാൽ നിസാൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാറാണ് നിസാൻ മാഗ്നൈറ്റ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മാഗ്നൈറ്റിൽ ഈ എഡീഷണൽ ആക്സസറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ. മാഗ്നൈറ്റിൻ്റെ ഒരു ബേസ് മോഡലുണ്ട്, അവരതൊരു ഇൻട്രഡക്ടറി പ്രൈസ് ആയിട്ട് 5 lakhs അവർ കഴിഞ്ഞ ഇയറിൽ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വില കൂട്ടി, ഇപ്പോൾ അറൗണ്ട് 5.6 lakh ഷോറൂം പ്രൈസ്. പക്ഷേ നേരത്തെ പണ്ട് ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ 5 lakh ആ കാർ കിട്ടിയിട്ടുണ്ട്. ആ കാറിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, എന്നാലും ആവശ്യമുള്ള സാധനങ്ങൾ കുറേ ഫീച്ചേഴ്സൊന്നും ഇല്ല. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിസാൻ മാഗ്നൈറ്റിൽ ബേസ് മോഡലാണെങ്കിലും ഇവൻ നമ്മൾ ഡീലറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് വേറെ ആക്സസറീസ് ഒന്നും നമുക്ക് ഫിറ്റ് ചെയ്ത് തരൂല. എന്നാൽ നമുക്ക് ഈ കാറിൽ എല്ലാ ആക്സസറീസും ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാറിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് RD എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സെൻട്രൽ ലോക്ക് സിസ്റ്റവും അതിന് പുറമെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 12 volt എന്നുള്ള ബ്രാൻഡിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് 4 JBLൻ്റെ സ്പീക്കേഴ്സാണ്. നിസാൻ മാഗ്നൈറ്റിൻ്റെ XE വേർഷൻ അല്ലെങ്കിൽ ബേസ് വേർഷനാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആക്സസറീസ് ഒക്കെ ഫിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യുന്നതിൻ്റെ മുന്നേ കാർ എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു ലുക്ക് എടുക്കാം. കാറിൻ്റെ ചുറ്റൊന്ന് പോയി നോക്കാം. ഒന്നും പറയാനില്ല, 5 lakh rupeesന് വേറെ ഇങ്ങനത്തെ ഒരു കാറും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല. നല്ല സൈസായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ നിസാൻ മാഗ്നൈറ്റിൻ്റെ XE വേർഷൻ. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് ഉണ്ട്, ചില കാര്യങ്ങൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ. നല്ല സൈസ് നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും, വളരെ സ്റ്റൈലിഷുമാണ്. ഇതിൻ്റെ എൻജിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 999 cc ആണ്. 999 cc അത്യാവശ്യം സിറ്റിയിലും ഹൈവേസിലൊക്കെ വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു കാറാണ്. പക്ഷേ നമ്മളിത് 999 cc ഉള്ളൂ, വലിയ പവറൊന്നും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. 72 bhp ആണ് ഇതിന് ഉള്ളത്. പിന്നെ ബേസ് മോഡലിൽ തന്നെ കുറേ ഫീച്ചേഴ്സും അത് മാത്രമല്ല ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് നമുക്ക് അവർ എവിടെയാണ് കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവാം. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല, അത് മാത്രമല്ല കാറിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് പാർട്സ്, ഡാഷ്ബോർഡിലുള്ള പ്ലാസ്റ്റിക് പാർട്സും അതൊക്കെ ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ടാറ്റ നെക്സൻ്റെയൊക്കെ പ്ലാസ്റ്റിക് കണ്ടിട്ടുള്ള കാരണമാണ്. അപ്പോൾ കുറച്ച് ഫ്ലിംസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അവിടെയാണ് നിസാൻ കമ്പനി കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. പുറത്ത് ലുക്കിലൊന്നും അവരത് കട്ട് ചെയ്തിട്ടില്ല. സ്റ്റിയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ സാധാരണ ഒരു സ്വിഫ്റ്റ് കാറിൽ ഇരിക്കുന്ന ഒരു ഫീലാണ്, താഴ്ന്ന ലോ ലെവലിലാണ് നമ്മൾ ഇരിക്കുക. ഉള്ളിലുള്ള സ്പേസും ഏകദേശം അങ്ങനത്തെ ഒരു കാറിലിരിക്കുന്ന സ്പേസാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബാക്കിലൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 90% കംഫർട്ടിൽ 3 പേർക്ക് ബാക്കിൽ ഇരിക്കാനും പറ്റും. പക്ഷേ 5.5 lakhsന് വേറെ ഒന്നും കിട്ടില്ല. പിന്നെ ബേസ് വേർഷനിൽ 4 door പവർ വിൻഡോ ഉണ്ട്, ABS അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ വൈപ്പേഴ്സും പിന്നെ ഡീഫോഗറും ഈ ബേസ് മോഡൽ തന്നെ കിട്ടും. ബൂട്ട് സ്പേസ് പ്രത്യേകിച്ച് പറയണം, ബൂട്ട് സ്പേസ് നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം ഈ കാറ്റഗറിയിലുള്ള ഏത് കാറ് കമ്പയർ ചെയ്താലും നല്ലൊരു സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേർഷൻ ബുക്ക് ചെയ്യാൻ പോയവർക്ക് അറിയാൻ പറ്റും, ഡീലേഴ്സ് ബേസ് വേർഷൻ വാങ്ങിക്കാനായിട്ട് അധികം പ്രോത്സാഹിപ്പിക്കില്ല. കാരണം വേറെ ഒന്നുമല്ല, അവർ ടോപ്പ് എൻഡ് വേരിയൻസ് സെല് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബേസ് വേരിയൻറ്റിൽ അകത്ത് ഒന്നുമില്ല, നമുക്ക് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ തന്നെ പറ്റൂല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അവർ ഫിറ്റും ചെയ്ത് തരില്ല. പക്ഷെ അത് നുണയാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് നമ്മുടെ നിസാൻ മാഗ്നൈറ്റിൻ്റെ ബേസ് വേർഷനിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. യാതൊരു വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ വയർ കട്ടിങ് ചെയ്യാതെ ഫിറ്റ് ചെയ്യാനായിട്ട് കപ്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കേബിൾസ് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നമ്മൾ വയർ ചെയ്യും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കപ്ലർ കേബിൾ. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ കപ്ലർ ടു കപ്ലറാണ് ഫിറ്റ് ചെയ്യുക. ഈ കാറിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ പിന്നെടുത്തിട്ട് നേരെ സ്റ്റീരിയോയുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വേറെ വയർ കട്ടിങ്ങോ വാറണ്ടി ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിത് എങ്ങനെയാണ് സ്റ്റീരിയോയിലേക്ക് ഫിറ്റ് ചെയ്യണതെന്ന് നോക്കാം. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ജസ്റ്റ് സ്റ്റീരിയോന്ന് നേരെ കുത്തിക്കഴിഞ്ഞ് നമ്മൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റീരിയോ പവർ ഓൺ ആവും. പിന്നെ ജസ്റ്റ് ആ കാറിനായിട്ടുള്ള സ്പെസിഫിക് ഫ്രെയിംസ് ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ഇൻ ചെയ്താൽ മതി, സ്റ്റീരിയോ വർക്കാവും. അപ്പോൾ അങ്ങനൊരു റീസൺ വെച്ചിട്ട്, അതായത് ബേസ് വേർഷനിൽ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റീസൺ വെച്ചിട്ട് ആരും ഈ കാർ ബുക്ക് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ല. കുറച്ച് നാളധികം വെയിറ്റ് ചെയ്യുകയാണെങ്കിലും 5 lakh എന്നുള്ള ബഡ്ജറ്റ് ഉള്ളവർക്ക് നിസാൻ മാഗ്നൈറ്റ് നല്ലൊരു കാറാണ്.
ആൻഡ് നമ്മൾ നിസാൻ മാഗ്നൈറ്റിൽ 4 ഡോർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം RDയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാർ അൺലോക്ക് ചെയ്ത് നമുക്ക് കാറിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തതും അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന 12 വോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്റ്റീരിയോ ആണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ആൻഡ്രോയിഡ് വേർഷൻ 9.1 ആണ്. വളരെ സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേയും അതേപോലെ തന്നെ എല്ലാ ഫോമാറ്റ്സും ഈ സ്റ്റീരിയോയിൽ പ്ലേ ആയിക്കോളും. 2GB റാം പ്ലസ് 16GB ഇൻറ്റേർണലാണ് വരുന്നത്. അത് മാത്രമല്ല ആൻഡ്രോയിഡ് 9.1 വേർഷൻ ആയതുകൊണ്ട് മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ റിവേഴ്സ് ക്യാമറയിലുള്ള വ്യൂ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം. നോക്കാം. ഇപ്പോൾ ഇത് റിവേഴ്സ് ക്യാമറ ഓൺ ആണ്. ഇപ്പോൾ ബാക്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ റിവേഴ്സ് ഗിയറിൽ ഗൈഡിങ് ലൈൻസും ഈ സ്റ്റീരിയോയിൽ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ഓർ കോൾ. ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.